നമസ്തേ, സൺഡേ ഡിബേറ്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL മാസപ്പടി കേസിൽ 185 കോടി രൂപയുടെ അഴിമതിയെന്ന് കേന്ദ്ര സർക്കാർ. SFIO അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ. സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് അഴിമതിയുടെ വ്യാപ്തിയെന്നും നിയമാനുസൃതമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഡൽഹി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ആ റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് ഉൾപ്പെട്ടിട്ടുള്ള CMRL മാസപ്പടി കേസിൽ നിർണായക വാദങ്ങളാണ് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത്. SFIO അന്വേഷണത്തിൽ 185 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിന്മേൽ മറ്റന്വേഷണം പാടില്ലെന്ന വാദം നിലനിൽക്കില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് CMRL നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതിയാണ്. CMRL ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി അഴിമതി പണം കണക്കിൽപ്പെടുത്തി. ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചെലവിട്ടെന്ന് വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി. CMRL സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള KSIDCയുടെ ഓഹരി പങ്കാളിത്തമുള്ളതിനാൽ വിഷയം പൊതു താൽപര്യ പരിധിയിൽ ഉൾപ്പെടും. അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും നിയമമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്രവും ആദായ നികുതി വകുപ്പും കോടതിയെ അറിയിച്ചു. SFIOയുടെ അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി വാദം പൂർത്തിയാക്കി കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കെയാണ് കേന്ദ്ര സർക്കാർ നിർണായക വിവരങ്ങൾ അറിയിച്ചത്. ജനം, ഡൽഹി. CMRL മാസപ്പടി കേസിലാണ് നിർണായകമായ അന്വേഷണ റിപ്പോർട്ട് SFIO ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ 185 കോടിയുടെ അഴിമതി നടന്നുവെന്നാണ് ഈ റിപ്പോർട്ട്. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രമുഖ നേതാക്കൾക്കെല്ലാം മാസപ്പടി നൽകിയെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ജനുവരി 20-ന് ഡൽഹി ഹൈക്കോടതി വിധി പറയാനിരിക്കെയാണ് കേന്ദ്രം ഈ വാദങ്ങൾ സമർപ്പിച്ചത്. എക്സാലോജിക്കുമായി മാത്രം 1.72 കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നാണ് കണ്ടെത്തൽ. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന അഴിമതി എന്നുള്ള നിലയിലാണ് SFIOയുടെ ഈ റിപ്പോർട്ടുള്ളത്. ഈ റിപ്പോർട്ട് നൽകിയ ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങളാണ് SFIO ഡൽഹി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. വമ്പൻ അഴിമതി നടന്നിരിക്കുന്നു, 185 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എത്രമാത്രം ഗൗരവതരമായി കാണാം ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ? ജിഷ്ണു കൃഷ്ണൻ. വിനോദ, CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഈ കേസിന് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. SFIO നടത്തിയിട്ടുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകളാണ് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും കോടതിക്ക് മുൻപാകെ എഴുതി നൽകിയിട്ടുള്ളത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ കേസ് ഡൽഹി ഹൈക്കോടതിക്ക് മുൻപിൽ ഇതിനോടകം തന്നെ വാദം പൂർത്തിയായിട്ടുള്ളതാണ്. അതായത് SFIO അന്വേഷണത്തെ എതിർത്തുകൊണ്ട് CMRL നൽകിയിട്ടുള്ള ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചത്. അതിൽ വിശദമായ വാദം കേട്ടു. വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. വിഷയത്തിൽ വാദം എഴുതി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ഇതിൻ പ്രകാരമാണ് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും വാദങ്ങൾ എഴുതി നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ ഏറ്റവും നിർണായകവും പ്രധാനപ്പെട്ടതും അഴിമതി നടന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ SFIO കണ്ടെത്തുകയും 185 കോടി രൂപയുടെ അഴിമതി CMRL മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നു എന്ന് വളരെ വ്യക്തമായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി, കമ്പനികൾക്ക് വേണ്ടിയും CMRL നടത്തിയിട്ടുള്ള ഇടപാടുകളിൽ 185 കോടി രൂപയുടെ അഴിമതി നടന്നു. അതിൽ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ മകൾ ഉടമസ്ഥയായിട്ടുള്ള എക്സാലോജിക്ക് ഉൾപ്പെടെ ഈ മാസപ്പടി വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് സംബന്ധിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ടൊപ്പം രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒന്നും തന്നെ ഇതിൽ അഴിമതി നടന്നു എന്ന് സമ്മതിക്കുന്നതിനോ അതിൽ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ല, സേവനത്തിന് പകരമുള്ള പണമാണ് കമ്പനി നൽകിയത് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുമ്പോഴും എത്രത്തോളം വ്യാപ്തിയിലാണ് ഈ അഴിമതി നടന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഈ അഴിമതി നടത്തിയിട്ടുള്ളത് എന്ന് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ കേന്ദ്രം കോടതിയിൽ എഴുതി നൽകിയിട്ടുണ്ട്. നേരിട്ട് അഴിമതി പണം കൈപ്പറ്റാതെ ഇടനില നിന്നുകൊണ്ട് അല്ലെങ്കിൽ കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ ബില്ലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അഴിമതി പണം കണക്കിൽ ഉൾപ്പെടുത്തിയാണ് വിനിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ നടക്കുന്ന നേരത്തെയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി
ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ നേരിട്ടത് നോക്കുമ്പോൾ യാതൊരു തരത്തിലും അഴിമതി പണം വാങ്ങിയിട്ടില്ല എന്ന് കണ്ടെത്തുമെങ്കിലും ഒരു തേർഡ് പാർട്ടിയെ വളരെ വ്യക്തമാണ് ജിഷ്ണു. കമ്പനിയെ ഉപയോഗിച്ച് വലിയ അഴിമതി തന്നെ നടന്നു എന്നുള്ള കേന്ദ്ര ഏജൻസിയുടെ കൃത്യമായ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതി മുമ്പാകെ വന്നിട്ടുള്ളത്. 20-ാം തീയതി അതിൻ്റെ വിധിയും വരാനിരിക്കുന്നു. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിന് വേണ്ടി പ്രൊഫസർ റോണി കെ ബേബി, BJP യിൽ നിന്നും ബി രാധാകൃഷ്ണ മേനോൻ, LDF-ൽ നിന്നും അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യമേ തന്നെ കോൺഗ്രസിലെ പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക് പോകുന്നു. പ്രൊഫസർ റോണി കെ ബേബി, ഈ കേസിൻ്റെ പ്രാധാന്യം അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അറിയാം. കാരണം കഴിഞ്ഞ ദിവസമാണ് SFIO ഇത് സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട വാദം അല്ലെങ്കിൽ റിപ്പോർട്ട് അവിടെ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. 185 കോടി രൂപയുടെ അഴിമതി. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഒക്കെ ഉൾപ്പെട്ട കേസാണ്. സംസ്ഥാനത്തെ പ്രതിപക്ഷമാണ് UDF. UDFിൻ്റെ നേതാക്കൾ ആരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മാസപ്പടി കേസിൽ UDFിലെ പ്രമുഖ നേതാക്കൾ ഉള്ളതുകൊണ്ടാണ് എന്ന് സാധാരണക്കാർ വിശ്വസിക്കുന്നു. രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയും PK കുഞ്ഞാലിക്കുട്ടിയും അടങ്ങുന്ന പ്രമുഖ നേതാക്കളെല്ലാം ഈ മാസപ്പടി കേസിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു കേസായതുകൊണ്ടാണോ മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഈ അഴിമതി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടും UDF നേതാക്കൾ മിണ്ടാതെ വായടച്ചിരിക്കുന്നത്? പ്രൊഫസർ റോണി കെ ബേബി. ഹൈക്കോടതിയിൽ ഇന്നലെ SFIO നൽകിയ റിപ്പോർട്ട് അത് പുതിയതൊന്നുമല്ലല്ലോ. ഒരു 1.5 വർഷം മുമ്പ് തന്നെ ഈ 185 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരെ കണക്കിൽപ്പെടുത്താതെ അല്ലെങ്കിൽ മറ്റ് പാഴ്ചെലവുകൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് 185 കോടി രൂപ അതിനകത്ത് തിരികെ കയറ്റിയിട്ടുണ്ട്. അത് അഴിമതിയായി സംഭാവനകളോ ഒക്കെ ആയി അല്ലെങ്കിൽ ഇവര് അവിഹിതമായി സ്വാധീനിക്കാൻ വേണ്ടിയൊക്കെ ഈ പറയുന്ന CMRL നൽകിയ തുകയാണ് എന്ന് കണ്ടെത്തിയതാണ്. 5ഓളം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം. ഇതാദ്യം നമുക്കറിയാം ഇവിടെ തുടങ്ങിയത് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡാണ്. അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അത് എത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ED വരുന്നു, SFIO വരുന്നു, ഇൻകം ടാക്സ് വരുന്നു. അങ്ങനെ 4-5 തലങ്ങളിൽ നടക്കുന്ന അന്വേഷണമാണ്. ഈ 185 കോടിയുടെ ഒക്കെ കണക്ക് അന്ന് പുറത്തു വന്നതാണ്. ഇന്ന് വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിന്റെ നിലപാടും സ്റ്റാൻഡും ഞങ്ങളുടെ നേതാക്കന്മാര് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏതൊരു അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്. ഇത് കൃത്യമായി തന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി അന്ന് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് എല്ലാ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും സംഭാവന മേടിക്കും. അങ്ങനെ ഞങ്ങൾ സംഭാവന മേടിച്ചതാണ്. ഏത് അന്വേഷണത്തെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ഒരു കോടതിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന KSIDCയും അതുപോലെ തന്നെ ഈ CMRL-ലും ഹൈക്കോടതി തൊട്ട് ഡൽഹി ഹൈക്കോടതി വരെ പോയ പോലെ ഒരു കോടതിയിലും ഒരു കോൺഗ്രസിന്റെ നേതാക്കളും ഈ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്നോ തടഞ്ഞു വെക്കണമെന്നോ അല്ലെങ്കിൽ അന്വേഷണം അട്ടിമറിക്കണമെന്നോ എന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ആരും പോയിട്ടില്ല. ഞങ്ങൾ സ്റ്റാൻഡ് വ്യക്തമാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഈ പറഞ്ഞ SFIO ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ 1 വർഷമാകുന്നു. ഈ 1 വർഷമായിട്ട് ഈ SFIO എന്ത് നടപടിയാണ് ഇതിൻ്റെ അകത്ത് സ്വീകരിച്ചത് എന്നതിന്റെ ഞങ്ങൾക്ക് വളരെ സംശയമുണ്ട്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതി ഈ പറയുന്ന SFIOയുടെ അന്വേഷണം അവിടെ നിർത്തിവെക്കണമെന്ന് ഉത്തരവിട്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഈ പറയുന്ന എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി അവര് ഒരേ സമയം തന്നെ കർണാടക ഹൈക്കോടതിയിലും അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയിലും ഈ SFIO അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയതാണ്. പക്ഷെ 2 ഹൈക്കോടതികളും SFIOയ്ക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു. നിങ്ങൾ ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുക. KSIDC ഇവിടെ 83 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് CS വൈദ്യനാഥൻ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭന അഭിഭാഷകനെ കൊണ്ടുവന്ന് കേരള ഹൈക്കോടതിയിൽ കേസ് വാദിച്ചു. ആ കേസിന്റെ വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ ഒരു കോടതിയും ഈ പറയുന്ന SFIOയുടെയോ അല്ലെങ്കിൽ മറ്റ് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെയോ അന്വേഷണത്തെ ഇതേവരെ ഈ പറയുന്ന സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, അല്ലെ തടസ്സപ്പെടുത്തിയിട്ടില്ല, നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ ഉയരുന്ന പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ടാണ് SFIOയോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ EDയോ അതുപോലെയുള്ള അന്വേഷണ ഏജൻസികൾ തുടർ നടപടികളിലേക്ക് കടക്കാത്തത്? ഇത് ഇവിടെ വളരെ പ്രസക്തമാണ്. കാരണം എന്താ, ഇപ്പോൾ പോലും ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഹൈക്കോടതിയില് ഈ CMRL ഹർജി കൊടുത്തു. എന്താണ്, ഈ അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. കാരണം നിയമവിരുദ്ധമായിട്ടാണ് ഈ പറയുന്ന SFIOയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കാരണം ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് ഓൾറെഡി തീർപ്പാക്കിയ ഒരു വിഷയത്തിൽ മറ്റൊരു അന്വേഷണം നടത്തുവാനായിട്ട് SFIOയ്ക്ക് റൈറ്റ് ഇല്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻകം ടാക്സ് അവര് ശേഖരിച്ച രേഖകൾ മറ്റ് അന്വേഷണ ഏജൻസികളുമായി പങ്കുവെക്കാൻ പാടില്ല തുടങ്ങിയ ഒരു ലീഗലി നിയമപരമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങൾ സംഭാവന കൊടുത്തിട്ടില്ല എന്നോ 185 കോടി രൂപ കൊടുത്തിട്ടില്ലെന്നോ
അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയുടെ കമ്പനിക്ക് അവിടെയാണല്ലോ മാസപ്പടി. ഇവിടെ പിന്നെ അവതാരകൻ ആദ്യം പറഞ്ഞു കോൺഗ്രസ് നേതാക്കളെല്ലാം മാസപ്പടി മേടിച്ചു. ഇതിനകത്ത് മാസപ്പടിയായി മേടിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് കേരളം ഭരിക്കുന്ന സശൽ പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ തൈക്കണ്ടി മാത്രമാണ് മാസപ്പടി. ബാക്കിയെല്ലാം സംഭാവനകളുടെ കടത്തിലാണ്. അതിനകത്ത് PV ഒക്കെ ഉണ്ട്. ഇതിനകത്ത് RC OC മാത്രമല്ല, അതിനകത്ത് PV യും ഉണ്ട്. PV ആരാണെന്നൊക്കെ കുറിച്ച് അന്വേഷിക്കണമല്ലോ. കാരണം ഇവിടെ RC OC മാത്രം പറഞ്ഞാൽ പോരല്ലോ. ആരാണ് PV? ഈ ശശിധരൻ കർത്തായുടെ, കരുണാൽ കർത്തായുടെ ഡയറിയിലുള്ള PV ആരാണ് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം. അല്ല, PV എന്നുള്ള ആളും PV പിണറായി വിജയൻ എന്നുള്ള ആളും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭാവനയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ അതിന് മറുപടി പറയും? സംഭാവനയാണ് വാങ്ങിയത്, കോൺഗ്രസ് നേതാക്കൾ വാങ്ങിയതുപോലെ പാർട്ടിക്ക് വേണ്ടി സംഭാവന വാങ്ങി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാലോ? ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇതിന്റെ അകത്ത് പേര് വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ RC ആണ്. രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം ഈ കാലയളവിൽ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടൊക്കെ നമുക്കറിയാം, കോൺഗ്രസും BJP എല്ലാ പാർട്ടികളും അവർ രാഷ്ട്രീയ പാർട്ടികൾ ഇതുപോലെയുള്ള കമ്പനികളിൽ നിന്നൊക്കെ സംഭാവന മേടിക്കാറുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു. എന്തുകൊണ്ടാണ് PV എന്ന് പറയുന്ന വ്യക്തി ഇതേവരെ ഒരു വാക്കുപോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പേര് പറയുന്നത് PV താനല്ലെന്നോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ എന്നോ, അല്ലെ PV എന്ന് പറയുന്ന പേരിൽ അന്വേഷണം നടക്കട്ടെ എന്നോ, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ താൻ CPM-ന് വേണ്ടി സംഭാവന മേടിച്ചതാണെന്നോ ഇതുവരെ PV പറഞ്ഞിട്ടില്ലല്ലോ. PV ഇന്നേ വരെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും, അല്ലെങ്കിൽ വീണ തായ്ക്കണ്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൾ, അവരുടെ കമ്പനി ആയിട്ടുള്ള എക്സാലോജിക്, അവർക്ക് എങ്ങനെയാണ് 1,72,00,000 രൂപ കൊടുക്കാത്ത സേവനങ്ങൾക്ക് ഒരു സേവനം കൊടുത്തിട്ടില്ല. ആ കമ്പനി തന്നെ ഇപ്പോൾ പൂട്ടിക്കെട്ടിപ്പോയി. ആ കമ്പനിയുടെ അഡ്രസ് ചെയ്യുന്നത് AKG ഓഫീസാണ്. അതാണ് പ്രസിദ്ധമായി പോയിന്റ് എന്ന് പറയുന്നത്. AKG ഓഫീസിന്റെ അഡ്രസ്സിൽ പ്രവർത്തിക്കുന്ന ഒരു കടലാസ് കമ്പനിക്ക് 1,72,00,000 രൂപ. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, 50 ലക്ഷം രൂപ വീണയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ എന്തിനാണ് വീണയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക്, അവരുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ 11 മാസത്തേക്ക്, ഒരു മാസം 5 ലക്ഷം രൂപ വെച്ച്, അതാണല്ലോ മാസപ്പടി എന്ന് പറയുന്നത്. 11 മാസം 5 ലക്ഷം രൂപ വെച്ച് എങ്ങനെയാണ് ഈ പറയുന്ന 55 ലക്ഷം രൂപ ഈ വീണ തായ്ക്കണ്ടിയുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് പോയത്? എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല? അവിടെയാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത്. ഏതൊരു നേതാവിനെയും വീട് വളഞ്ഞ് നമ്മൾ കണ്ടു. അരവിന്ദ് അങ്ങ് പറയുന്ന ആരോപണങ്ങൾ വളരെ കൃത്യമാണ്. പക്ഷേ ഇതൊന്നും സംസ്ഥാനത്തെ UDF നേതാക്കളോ പ്രതിപക്ഷമോ ഇതൊന്നും ഉയർത്തുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ പേരുകൾ കൂടി ഉയർത്തിക്കൊണ്ട് വരുന്നത് ഇല്ല. യാതൊരു ഇന്നലെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നിട്ട് ഒരു പ്രസ്താവനയും കണ്ടില്ല. പ്രൊഫസർ റോണി കെ ബേബിയുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. അങ്ങ് ഈ ചാനൽ ചർച്ചയിൽ അങ്ങയുടെ അഭിപ്രായം കൃത്യമായി പറയുകയും ചെയ്തു. 3 ആഴ്ചക്ക് മുന്നേ പോലും അതെ, 3 ആഴ്ചക്ക് മുമ്പ് അല്ലല്ലോ റിപ്പോർട്ട് സമർപ്പിച്ചത്, ഇന്നലെയല്ലേ? B. രാധാകൃഷ്ണ മേനോൻ, എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ മൗനം ദീക്ഷിക്കുന്നത്? നമുക്കറിയാം പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കളുടെ പേരുകളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞത് രമേശ് ചെന്നിത്തല സമ്മതിച്ചിട്ടുണ്ട്, ഇത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിയ സംഭാവനയാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത്തരം സംഭാവനകൾ വാങ്ങുന്നത് സ്വാഭാവികമാണ്. പക്ഷേ മുഖ്യമന്ത്രി മാത്രം അക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. അതുമാത്രമാണ് അവരുടെ പ്രശ്നം. മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്തത് മാസപ്പടിയല്ല, അത് കൃത്യമായ അവർക്ക് കൊടുത്ത കൃത്യമായ അഴിമതിയാണ്, അല്ലെങ്കിൽ അവർ കൈക്കൂലിയാണ് എന്നുള്ള തരത്തിലാണ് പ്രൊഫസർ റോണി കെ ബേബി പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ മുഖ്യമന്ത്രി ഇതങ്ങ് സമ്മതിച്ചാൽ മതി എന്നുള്ള തരത്തിലാണ് പ്രൊഫസർ റോണി കെ ബേബി പറയുന്നത്. രാധാകൃഷ്ണ മേനോൻ, അല്ല വിനോദേ, നമ്മുടെ നാട്ടില് ഈ CMRലുമായി ബന്ധപ്പെട്ട് ദശാബ്ദങ്ങളായി കേരളത്തിൽ നടന്നു വരുന്ന കേരളത്തിന്റെ പ്രകൃതി ചൂഷണം, ആ ചൂഷണത്തിന് ഇരയാവുന്ന, അതിന്റെ ദുരിതമനുഭവിക്കുന്ന വലിയൊരു ജനവിഭാഗം ആറാട്ടുപുഴ അടക്കം ആലപ്പുഴ അടക്കം ഒട്ടേറെ പ്രദേശങ്ങളിലുണ്ട്. ഈ തരത്തിൽ ദുരന്ത അനുഭവിക്കുന്ന ജനങ്ങളുടെ ജീവന്, അവരുടെ സ്വത്തിന് പകരമായി കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കൾ, അത് കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഒട്ടേറെ ആളുകളുടെ പേരാണ് അവരുടെ ഡയറിയിൽ നിന്നും കഴിഞ്ഞ ദിവസം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായി പിണറായി വിജയന്റെ മകൾ അവരുടെ പ്രത്യേക അക്കൗണ്ടിലേക്ക്, പ്രത്യേക ബോഗസ് കമ്പനിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ പേരിലുള്ള ഇവർക്ക് യാതൊരു സേവനവും നൽകാത്ത ആ സ്ഥാപനത്തിലേക്ക് പണം വാങ്ങുകയും അത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി സീരിയസ്
ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ അത് വളരെ പരമപ്രധാനമാണ് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് ഇത് കേരളത്തിൽ പണപ്പിരിവ് സർവ്വസാധാരണമാണ്, രാഷ്ട്രീയ പാർട്ടികൾ പണം മേടിക്കുന്ന പോലെയുള്ള ഒരു ഏർപ്പാടാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടുത്തെ ഇന്ത്യ മുന്നണി സംയുക്തമായി നടത്തുന്ന ഒരു പ്രചരണം, അല്ലെങ്കിൽ അവര് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഈ വിഷയത്തെ നേരിടാൻ തയ്യാറാവുന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇത് സംബന്ധിച്ച് കണ്ടുവരുന്നത്. കാരണം അവർ വളരെ ലാഘവത്തോടു കൂടി ഇത് സാമ്പത്തിക അലിഗേഷൻ എന്നുള്ള നിലയിലല്ല, മറിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ പണപ്പിരിവാണ് എന്ന് വരുത്തി തീർക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇപ്പൊ രാജ്യത്തിന്റെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ കമ്പനി അത് മുന്നോട്ട് നടത്തുന്നതിന് വേണ്ടി സ്ഥിരമായി ഒട്ടേറെ വ്യക്തികൾക്ക് ആ ചൂഷണത്തിന്റെ വില പണമായി നൽകിക്കൊണ്ട് ആ പണം കൈക്കൂലിയായി കൈപ്പറ്റുന്ന ആളുകളുടെ കൂട്ടായ്മ ഒരുമിച്ച് ഇതിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന ഇന്നത്തെ ഈ സാഹചര്യം കേരള രാഷ്ട്രീയത്തിന്റെ അഴിമതി വിരുദ്ധ പ്രസംഗം നടത്തുന്ന, കേരളത്തിൽ അഴിമതി വിരുദ്ധ നിലപാടെടുക്കുന്ന ആളുകൾ അവരൊക്കെ ഇതിനെ കണ്ടില്ലെന്ന് പലപ്പോഴും നടിക്കുന്നതായി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കുറെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷമുള്ള സാഹചര്യങ്ങളെല്ലാം അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ തീർച്ചയായിട്ടും ഇത് കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലോടുകൂടി അന്വേഷണത്തോടുകൂടി ഒരു വലിയ പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുകയാണ്. പിണറായി വിജയനെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ചും ഇതൊരു പുതിയ കാര്യമല്ല. അദ്ദേഹം SNC ലാവലിൻ കേസ് വന്നപ്പോ ഇതിലേറെ വലിയ തട്ടിപ്പ് നടത്തുകയും ആ തട്ടിപ്പിനെ അവരുടെ പാർട്ടിയുടെ അക്കൗണ്ടിലാക്കുകയും അത് അദ്ദേഹവും പാർട്ടി സംവിധാനവും കൂടി വീതിച്ചെടുത്തതായതുകൊണ്ട് അത് രാജ്യത്തിന്റെ ഒരു നഷ്ടമൊന്നുമല്ല, അഴിമതി ഒരു പ്രശ്നമല്ല എന്ന മട്ടിൽ ആ വിഷയത്തെ കാണുന്നതാണ്. അതെ, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ, രാജ്യത്തെ കൊള്ളയടിക്കുന്ന വലിയ അഴിമതി എന്നുള്ള തരത്തിൽ തന്നെയാണ് SFIO റിപ്പോർട്ടിലും പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്ത് കൂടി നമ്മുടെ ചർച്ചയിൽ ചേരുകയാണ്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, SFIO ഇന്നലെ നൽകിയ റിപ്പോർട്ട് അത് പരിശോധിച്ചിട്ടുണ്ടാവും, അത് പഠിച്ചിട്ടുണ്ടാവും. അതിൽ പറഞ്ഞിരിക്കുന്ന അഴിമതി 185 കോടി രൂപയുടെ അഴിമതിയാണ് CMRലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസപ്പടി കേസിൽ നടന്നിട്ടുള്ളത് എന്നുള്ള വളരെ വിവാദപരമായ അല്ലെങ്കിൽ വളരെ തീവ്രമായ ഒരു കണ്ടെത്തലാണ് നടന്നിട്ടുള്ളത്. അത് വളരെ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയും മകളും ഒക്കെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിലയിലാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ കോൺഗ്രസിൻ്റെ പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞത് സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള സംഭാവനകൾ വാങ്ങാറുണ്ട്, വലിയ കമ്പനികളിൽ നിന്ന് വാങ്ങാറുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല അത് സമ്മതിച്ചു, അത് വാങ്ങിയതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു. ഉമ്മൻചാണ്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭാവനകളൊക്കെ വാങ്ങുന്നതാണ്. അപ്പോൾ PV എന്ന് പറയുന്ന ആൾ പിണറായി വിജയനാണെന്നും എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് സമ്മതിച്ചുകൂടെ, സമ്മതിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത്. എങ്ങനെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിനെ കാണുന്നത്? ഇത്തരത്തിലുള്ള പണം വാങ്ങുന്നതിന് കുഴപ്പമില്ലേ? അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. നോക്കൂ, പിന്നെ ഇതിലൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പം രാഷ്ട്രീയ പാർട്ടികളെല്ലാം എല്ലാ കമ്പനിയിൽ നിന്നും പൈസകൾ വാങ്ങിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അത് ഇപ്പം BJPയുടെ പ്രതിനിധിയൊക്കെ ഇന്നൊക്കെ പറയും. ഇപ്പം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ ഇതിലൊന്നും നമ്മളൊന്നും കൈയഴിയിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലത്തെ കമ്പനികളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ CMRന്റെ ഇപ്പോൾ പുറത്തു വന്ന പട്ടികയിൽ BJP നേതാക്കളില്ല. അല്ല, അങ്ങനെയാണ് നിങ്ങൾ ഇത് എന്തോന്ന് ഇലക്ട്രോ ബോണ്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ എങ്ങനെയാണ്? ഇലക്ട്രോ ബോണ്ടിൽ അഴിമതിയില്ലേ? രാധാകൃഷ്ണൻ സാർ പറയട്ടെന്നേ, അദ്ദേഹം പറയട്ടെ. ഇലക്ട്രോ ബോണ്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഴിമതി നടന്നിട്ടുള്ളതല്ലേ, കോടിക്കണക്കിന് രൂപയില്ലേ? അല്ല, ഞാൻ പറയാനായിട്ട് അപ്പം ആരും യോഗ്യതയൊന്നുമില്ല. അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ എന്തെല്ലാം കളി കളിച്ചു. SBIയെ കൊണ്ട് അവിടെ ഇത് കൊടുത്തിട്ടില്ലേ? സുപ്രീം കോടതി പറഞ്ഞില്ലേ 3 ദിവസത്തിനകം നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ആരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങൾ അഴിമതി അങ്ങനെ ഒരാൾ മാത്രമല്ല, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതെന്താണ്? ഇപ്പം CMRL അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ കേരള ഹൈക്കോടതിയിൽ സീരിയസ് SFIO പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു പൊതു ഖജനാവിൽ നമുക്ക് നഷ്ടപ്പെട്ടില്ല. സതീഷ് വസന്തത്തിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാനുണ്ട്. പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്ന ഒരു മുഹൂർത്തത്തിലേക്ക് വരികയാണ്. നമുക്ക് അതിന് ദൃശ്യങ്ങളിലേക്ക് മടങ്ങിയെത്താം.
ഘോഷയാത്ര പുറപ്പെടുന്നതിന്റെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടോ മനോജ്? ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയം മുമ്പാണ് രാജപ്രതിനിധിയെ ആനയിച്ചുകൊണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ പേടകവാഹകരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പൂജ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉടവാൾ കൈമാറി പല്ലക്കിൽ ഈ രാജപ്രതിനിധി കയറിയതിനു മുന്നാലെ തന്നെ ഈ ഒരു തിരുവാഭരണം ശിരസിലേറ്റിക്കൊണ്ട് പേടകവാഹക സംഘം ഇവിടെ നിന്നും പുറപ്പെടും. 3 പേടകങ്ങളാണുള്ളത്. ഭഗവാന്റെ തിരുവാഭരണം ക്ഷേത്രത്തിനുള്ളിലാണ്. ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് പേടകത്തിലേക്ക് ഈ സമയം തന്നെ ആക്കും. അതിനുശേഷം ആ പേടകവും എന്തിയായിരിക്കും ക്ഷേത്രത്തിന് പുറത്തേക്കെത്തുക. അല്പസമയം ആകുമ്പോൾ തന്നെ പേടകങ്ങൾ 3 ഈ ക്ഷേത്രത്തെ വലം വെച്ച് പുറത്തേക്കിറങ്ങും. നമുക്കത് ദൃശ്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ഇവിടെ വാദ്യമേള ഘോഷങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ പേടകങ്ങൾ ഈ ഒരു ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം പേടകങ്ങൾ പുറത്തേക്കെത്തിക്കും. അതിനുശേഷം ഇവിടെ നിന്നും ആദ്യം മണികണ്ഠനാഥ ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ നിന്നും ഓരോ ക്ഷേത്രങ്ങളിലായി എത്തി 3 ദിവസത്തെ യാത്ര അവസാനം സന്നിധിയിലേക്ക് അയ്യന്റെ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ എല്ലാ തരത്തിലും ഭക്തിസാന്ദ്രമായ ആ ഒരു മകരവിളക്കിന്റെ ആ ഒരു ദൃശ്യങ്ങളിലേക്ക് കൂടെ വരും ദിവസങ്ങളിൽ കടക്കാനാകും. എന്തായാലും ഇവിടെ വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസ് ഈ തിരുവാഭരണത്തിന് പോകുവാനുള്ള പാത ഇവിടെ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വിധത്തിലും ശരണമന്ത്ര ധ്വനികളാൽ മുഖരിതമാണ് ഇപ്പോൾ പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. സ്വാമി അയ്യപ്പന്റെ തിരുവാഭരണം അങ്ങോട്ടേക്ക് ആ ശബരിമലയിലേക്ക് എഴുന്നള്ളുവാൻ ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുവേണ്ട എല്ലാവിധ ചടങ്ങുകളും അങ്ങനെ പുരോഗമിക്കുകയാണ്. പുലർച്ചെയാണ് കർപ്പൂരാഴിയോടുകൂടി തന്നെ ഇന്ന് ഈ ഒരു പേടകവാഹക സംഘം ഇവിടേക്ക് സാമ്പത്തിക കൊട്ടാരത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തിരുവാഭരണം കൊണ്ടുവന്നത്. അതിനുശേഷം 12 മണിവരെ ഭക്തർക്ക് ദർശനത്തിനായി തിരുവാഭരണം ഒരുക്കിയിരുന്നു. അവർ നേരിട്ട് കണ്ട് ആത്മസംതൃപ്തി അടഞ്ഞ നിരവധി ഭക്തരാണ് ഇന്ന് നേരിട്ട് കാണുവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഇനി മറ്റ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ പേടകവാഹകനെത്തി വലിയ തമ്പുരാനിൽ നിന്നും അതോടൊപ്പം തന്നെ രാജപ്രതിനിധിയിൽ നിന്നും അനുഗ്രഹം മേടിക്കുന്നത്. അനുഗ്രഹം വാങ്ങിയ ശേഷം ഇങ്ങോട്ടേക്ക് അവരെത്തി ഈ പേടകം വഹിച്ചുകൊണ്ടുള്ള യാത്രയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇവിടെയുള്ള ഭക്തജനങ്ങൾ ആ നിമിഷങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത്. ഇവരൊക്കെ തന്നെ ശരണമന്ത്ര ധ്വനികളാൽ എല്ലാവരും അങ്ങനെ അയ്യനെ സ്തുതിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി ആ സ്വാമി അയ്യപ്പന്റെ തിരുവാഭരണങ്ങൾ ഇനി പേടകത്തിലാക്കി വരുന്ന കാഴ്ച കാണുവാനാണ് ഇവിടെയുള്ള ഓരോരുത്തരും അങ്ങനെ നിൽക്കുന്നത്. വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ഇന്ന് ഈ തൃക്കേട്ടതിരുന്നാൾ രാജരാജവർമ്മ അദ്ദേഹമാണ് ഈ ഒരു ഘോഷയാത്രയെ നയിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഈ ഒരു പേടകവാഹകരായിട്ടുള്ള സംഘവും അതോടൊപ്പം തന്നെ മറ്റ് അയ്യപ്പന്മാരും ഒക്കെ ഉണ്ടാകും. എന്തായാലും ഈ യാത്ര അത് കാനന പാതയിലൂടെയാണ്. ഓരോ ദിവസവും ഈ പരമ്പരാഗതമായി തിരുവാഭരണം പോകുന്ന പാതയിലൂടെ പോയി അവസാന ദിവസം 3-ാം ദിവസമാണ് കാനന പാതയ്ക്കുള്ളിലേക്ക് കടക്കുക. അവിടെയും ഇത്തരത്തിൽ തന്നെയാണ് ഓരോരുത്തരും ഈ ഒരു തിരുവാഭരണ പേടകങ്ങൾ തലയിൽ കൊന്നുകൊണ്ട് തന്നെ മല കയറി എത്തി അവിടെ തരംകുത്തിയിലാണ് ദേവസ്വം ബോർഡ് സ്വീകരണം ഒരുക്കുക. അതിനുശേഷം പിന്നീട് വൈകിട്ടോടുകൂടി ദീപാരാധനയ്ക്ക് ഈ തിരുവാഭരണം അണിഞ്ഞ ശബരീശന്റെ സന്നിധിയിലേക്ക് ഭക്തജന ലക്ഷങ്ങൾ ഒഴുകിയെത്തും. അത്തരത്തിൽ ഈ തിരുവാഭരണം അണിഞ്ഞ ശബരീശനെ കാണുവാൻ ജനങ്ങളൊക്കെ എത്തുമ്പോൾ ആ സമയം തന്നെ അവിടെ മകരജ്യോതി തെളിയും. ആ മകരജ്യോതി തെളിയുമ്പോഴാണ് അന്ന് മകരവിളക്കിന് ജനലക്ഷങ്ങൾ അങ്ങനെ ഒരേ സ്വരത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ആ ഒരു ശരണമന്ത്ര ധ്വനികൾ ഉയർത്തും. ആ സമയത്തിലേക്കാണ് ഈ ഓരോ വരുന്ന ദിവസങ്ങളും കടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇവിടെ നിന്നും ഈ തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത് കാണുവാൻ സാധിക്കും. അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളിലുമാണ്. അതിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. അതിന്റെ പൂജകൾ ഓരോന്നായി അതിന്റെ ചടങ്ങുകളൊക്കെ ഓരോന്നായി പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതായത് ക്ഷേത്രത്തിന് മുന്നിലേക്ക് ആ കുട ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇനി ഇങ്ങോട്ടേക്ക് രാജപ്രതിനിധി എത്തും. അതോടൊപ്പം പേടകങ്ങളെത്തും. പേടകങ്ങൾ തലയിൽ ഏറ്റുവാങ്ങി പേടകവാഹകരെത്തും. അവർക്ക് പോലീസിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് അയ്യപ്പന്മാരുടെയും ഒക്കെ അകമ്പടിയോടെ അങ്ങനെ മുന്നോട്ട് നീങ്ങും. ഈ ക്ഷേത്രത്തെ വലം വെച്ചുകൊണ്ട് ആദ്യം
ഓരോ ക്ഷേത്രങ്ങളിലായി കുളനട ക്ഷേത്രത്തിലേക്ക് മൊത്തം അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലായി എത്തി ലാഹ വരെയുള്ള ക്ഷേത്രങ്ങളിൽ 11 ഈ പേടകങ്ങൾ തുറന്നു വെച്ച് ഭക്തർക്ക് ദർശിക്കുവാൻ വേണ്ടിയുള്ള അവസരമൊരുക്കും. അതോടൊപ്പം മറ്റ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഈ തിരുവാഭരണം എത്തും. അവിടെയും ഈ തിരുവാഭരണങ്ങൾ ഈ പേടകങ്ങളുമായി ഇറക്കി വെക്കും. എന്തായാലും ഇനിയുള്ള നിമിഷങ്ങൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പേടകവാഹകർ അവരെത്തുകയാണ്, ആ സംഘം എത്തുകയാണ്. പേടകം ഏറ്റുവാങ്ങുവാനുള്ള സംഘമാണ് ഇപ്പോൾ ഈ വലിയ കോയിക്കൽ ശാസ്താ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ രാജപ്രതിനിധിയിൽ നിന്നും അതോടൊപ്പം തന്നെ വലിയ തമ്പുരാനിൽ നിന്നും അനുഗ്രഹം ഏറ്റുവാങ്ങി അവർ പേടകം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുകയാണ്. എന്തായാലും ആ ഒരു ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കുന്നത്. വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി അല്പസമയത്തിനകം തന്നെ തിരുവാഭരണങ്ങൾ ആ പേടകങ്ങളിലാക്കി ഈ ശാസ്താ ക്ഷേത്രത്തിന് പുറത്തേക്ക്, വലിയ കോയിക്കൽ ശാസ്താ ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തിക്കും. അവിടെ നിന്നുമാണ് ഈ ഒരു യാത്ര തുടങ്ങുക. 3 ദിവസത്തെ യാത്ര. ആ 3-ാം ദിവസം ശബരീശ സന്നിധിയിലേക്ക് ഈ യാത്ര എത്തും. അതിന് അകമ്പടിയായി തന്നെ ഓരോ അയ്യപ്പന്മാരും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഓരോരുത്തരെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഒരേ സ്വരത്തിൽ ശരണമന്ത്ര ധ്വനികൾ ഉയർത്തി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ തിരുവാഭരണങ്ങളൊന്ന് നേരിട്ട് ദർശിച്ച ശേഷം ആ പേടകങ്ങളിലാക്കി ഇനി പുറത്തേക്ക് പോകുന്ന ആ കാഴ്ച കാണുവാൻ വേണ്ടി ശബരീശ സന്നിധിയിലേക്ക്, ആ സന്നിധാനത്തേക്ക് പോകുന്ന കാഴ്ച കാണുവാൻ വേണ്ടിയിട്ടുള്ള ആ കാത്തിരിപ്പാണ്. ഇനി അവസാന നിമിഷങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ പേടകവാഹകർ ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയിരിക്കുന്നു. ഉടവാള ഏറ്റുവാങ്ങി പേടകവാഹകർക്ക് വേണ്ടി ആ പേടകങ്ങളിലാക്കി തിരുവാഭരണം അവരിലേക്ക് നൽകി അവരെ ആനയിച്ചാണ് ഇവിടെ നിന്നും രാജപ്രതിനിധി തൃക്കേട്ടൂർ രാജരാജ വർമ്മ പോകുക. അദ്ദേഹം പമ്പ വരെ ഉണ്ടാകും ആ ഒരു യാത്രയിൽ. അതിനുശേഷമാണ് 3-ാം ദിവസം അദ്ദേഹം മലയിലെത്തുക. അതേസമയം തന്നെ ഈ പേടകവാഹകർ ഈ തിരുവാഭരണവുമായി ഓരോ ക്ഷേത്രങ്ങളിലും കടന്ന് 3-ാം ദിവസത്തെ യാത്ര കാനനപാതയിലൂടെ അങ്ങനെ കാൽനടയായി 82 കിലോമീറ്റർ സഞ്ചരിച്ച് അവസാനം സന്നിധാനത്തേക്കെത്തും. മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ ഇതിനിടയിൽ പൂർത്തിയാക്കും. എന്തായാലും ശബരിമലയിലേക്ക് എത്തുമ്പോൾ ആ ദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ അയ്യപ്പൻ ഭക്തന്മാരും. മകരവിളക്ക്, മകരജ്യോതി തെളിയുന്നത് കാണാൻ, ആ ആഭരണങ്ങൾ അണിഞ്ഞ് അയ്യപ്പനെ ദർശിക്കാൻ, അത്തരത്തിൽ ഓരോരുത്തരും വലിയ ഭക്തിപൂർവമായ നിമിഷങ്ങളിലേക്ക് കടക്കുവാൻ അങ്ങനെ ആഗ്രഹിച്ചു തന്നെ ആ ശബരിമലയിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ ഈ പേടകത്തിലാക്കിയ തിരുവാഭരണങ്ങൾ ഇവിടെ നിന്നും എഴുന്നള്ളിക്കും. അതിന് അകമ്പടി ചേർക്കുവാനായി നിരവധിയായുള്ള ഭക്തജനങ്ങളും അതോടൊപ്പം തന്നെ ഈ ഒരു പേടകവാഹകരും ഒക്കെ ഇവിടെ പോലീസ് മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഈ തിരക്ക് നമുക്കറിയാം. തിരക്ക് കാരണം തന്നെ ഇവിടെ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. പേടകം ഏറ്റുവാങ്ങിയാൽ ഉടനെ തന്നെ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ഇതിലൂടെയാണ്, അതായത് ഈ മുന്നിലത്തെ വഴിയിൽ നിന്നും വലം വെച്ചാണ് ഈ പേടകങ്ങൾ 3ഉം പുറത്തേക്ക് ഇറങ്ങുക. അതിനുശേഷമാണ് ഓരോ ക്ഷേത്രത്തിലേക്കും എത്തുക. കാൽനടയായി പോകുന്ന ഈ യാത്രയെ അനുഗമിക്കുവാൻ നിരവധി ഭക്തജനങ്ങൾ, അതിനോടൊപ്പം ചേരുവാൻ നിരവധി ഭക്തജനങ്ങൾ ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ അത്തരത്തിൽ ശരണമന്ത്ര മുഖരിതമായ ഈ അന്തരീക്ഷത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ഓരോ ശരണവിളിയോടുകൂടി അയ്യപ്പനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അയ്യപ്പനെ കാണുവാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അയ്യപ്പനെ അണിയിക്കുവാനുള്ള, ആ അയ്യപ്പനെ ചാർത്തുവാനുള്ള തിരുവാഭരണത്തിന്റെ കൂടെ ആ അയ്യപ്പന്മാരുണ്ടാകും. എന്തായാലും ഇനി വരുന്ന നിമിഷങ്ങൾ അത് തന്നെ ആ തിരുവാഭരണ പേടകങ്ങൾ ക്ഷേത്രത്തിന് വെളിയിലേക്ക് ഇറങ്ങുവാനുള്ള ആ നിമിഷങ്ങളിലേക്കുള്ള കാത്തിരിപ്പ് അത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂജകൾ പന്തളത്തെ ദൃശ്യങ്ങളാണ് കണ്ടത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, അപ്പോൾ പറഞ്ഞു വന്നത് ഇത്തരം പണം വാങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല എന്നുള്ള തരത്തിലാണോ രാഷ്ട്രീയ പാർട്ടികൾ? അല്ല, രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം രാഷ്ട്രീയം വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടൊന്നും രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനവും നടത്താൻ പറ്റില്ല. അതൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ എന്ന് വെച്ചാൽ പൊതുജനങ്ങളിൽ നിന്ന് പിരിക്കുന്നതും അതുപോലെ തന്നെ കമ്പനികളിൽ വാങ്ങിക്കുന്നതും. പക്ഷേ ഇവിടെ എന്താണ് സംഭവം എന്ന് വിനോദം, വേറെ സംഭവം ഇതെന്ന് പറയും. ഇവരെല്ലാം പറയുന്നത് വെച്ചാൽ PV ആ ഒരു സംഭവത്തിനാണല്ലോ ഇത് അത്രയും പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. PV എന്ന് വെച്ചാൽ പിണറായി വിജയൻ വാങ്ങിച്ചു. പിണറായി വിജയൻ പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്ന്. എന്നാൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കമ്പനി പറഞ്ഞിട്ടുണ്ടോ? അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ PV എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും കോടതിയിലോ അല്ലെങ്കിൽ അവർ പൊതുജനങ്ങളുടെ ഇടയിലോ പറഞ്ഞിട്ടുണ്ടോ? ഇതെന്ന് പറയുന്നത് ഇതിപ്പോൾ വീണ വഴി, ഇപ്പം എക്സാലോജിക്കിൻ്റെ ഇത് ഓണറായ വീണ വഴി പിണറായി വിജയനെ എത്തുക എന്നുള്ള ഒറ്റ ഇതിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇന്ന കാലത്തേക്ക് വല്ലതും പറയുന്നതായിട്ട് ബാക്കി BJP ഒക്കെ വളരെ ഇതെന്ന് ഇപ്പം ഞാൻ അതാണ് പറഞ്ഞത്. ഇലക്ട്രോ ബോണ്ട്
ഈ തൊട്ടടുത്ത ഇലക്ഷന് മുമ്പേണ്, പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പേണ് ഈ സംഭവം വന്നിട്ടുള്ളത്. നോക്കൂ, എന്ന് വെച്ചാൽ ഞാൻ അന്തം വിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. കാര്യം ഇപ്പം ഒന്നുമില്ലെങ്കിലും രസീതെങ്കിലും എഴുതി, അല്ലെങ്കിൽ കമ്പനികളിൽ പൊതുപ്രവർത്തകർക്ക് അല്ലെങ്കിൽ പൊതു പാർട്ടികൾക്ക് ഇത് സംഭാവന നൽകുന്നത് രസീത് കൊടുക്കും, രസീത് അല്ലാതെ കൊടുക്കും, വാങ്ങിക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ വൻ അഴിമതിയല്ലേ? ഇത് ആരും ചോദ്യം ചെയ്യില്ലല്ലോ. ഞാൻ പറയുന്നത് നോക്ക്, ആലോചിച്ച് നോക്കൂ. അന്ന് ഈ ഇലക്ട്രോ ബോണ്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ ബോണ്ടിനെ തട്ടിപ്പെന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നും SBI വഴിയേ എടുക്കാവൂ. ആ SBI അത് RTI ആക്ട് അനുസരിച്ച് ചോദിക്കാൻ പറ്റില്ല. അത് നിയമം ഇലക്ട്രോ ബോണ്ടിൻ്റെ അത് ആർക്കും ചോദിക്കാൻ പറ്റും. എന്നാൽ പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന എല്ലാം ആരെന്ന് അവരൊക്കെ അറിയാം, SBI വഴി അറിയുകയും ചെയ്യും. എങ്ങനെയാണ് സുപ്രീം കോടതി കണ്ണുരുട്ടിയപ്പോഴത്തേക്ക് 3 ദിവസത്തിനകത്ത് അവർ കൊടുത്തില്ലേ കണക്ക്? 3 ദിവസത്തിന് തന്നെ 6 മാസമല്ലേ ചോദിച്ചത്? അതിൽ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിച്ചിട്ടുള്ളതാണ് BJP അല്ലേ, കോൺഗ്രസ് ഇല്ലേ? അന്ന് ഇല്ലാത്ത ഒരേ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നു. സതീഷ് വസന്ത് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു മകൾക്കെതിരെ, ഒരു മകനെതിരെ ഇത്തരത്തിൽ എന്തെങ്കിലും ഇതിന്റെ പകുതി മതി ഒരു ആരോപണമുണ്ടെങ്കിൽ നിങ്ങൾ ആ മുഖ്യമന്ത്രിയെ വഴിയെ നടത്തുമായിരുന്നോ? നമ്മൾ കണ്ടതല്ലേ ഉമ്മൻചാണ്ടിയെ എറിഞ്ഞ് കല്ലെറിഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ, സമര പരിപാടികൾ നമ്മൾ കണ്ടതല്ലേ? നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷമാണ് അന്നത്തെ പ്രതിപക്ഷമൊന്നല്ല, ഇവരുടെ നിന്നല്ലേ വന്നിട്ടുള്ളത്. ഇപ്പം കണ്ടില്ല കോൺഗ്രസിൻ്റെ തന്നെ. കോൺഗ്രസ് ഇവിടെ ഒന്നും ആയിട്ടില്ല, അപ്പം തന്നെ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അരികൾ കൂടുന്നതല്ലേ? ഈ പ്രസ്ഥാനം തന്നെ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം കൂടി കരുതിക്കുട്ടി ചെയ്തിട്ടുള്ളത്. ഇല്ലാന്ന് ഇവർ പറയിട്ട് പ്രതിപക്ഷത്തിന് ഇട്ട് കൊടുത്താൽ അവര് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇപ്പം മുഖ്യമന്ത്രിയുടെ മകളൊന്നും ഇതൊന്നും ഓടിയിട്ടില്ല. ഇതെന്ന് പറയുന്നത് ഈ കേസ് എന്ന് പറയുന്നത് നിൽക്കുകയും ചെയ്യില്ല. ഇത് നിലവിൽ SFI ഇത് നിൽക്കുകയും ചെയ്യില്ല. നിങ്ങൾക്ക് പറയാമോ? കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എന്ന് പറയുന്നത് സാമ്പത്തിക ഘടന എന്ന് പറയുന്നത് കേന്ദ്രത്തിന് ഇത് എടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് ഇവർ പറയുന്നത് എന്തിനാണ്? KSIDCക്ക് 13.4% ഇതിൽ ഓഹരിയുണ്ട്. ഇത് പൊതുജനങ്ങളുടെ പൈസയാണ്. അതുകൊണ്ട് ഇത് പൊതു താല്പര്യ ഹർജിയായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് ഇത് പറഞ്ഞിട്ടുള്ളൂ. കോടതി പരിഗണിച്ചോ ഇല്ല എന്ന് അറിഞ്ഞില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കേസ് നിലനിൽക്കുമെന്ന് തന്നെ നമുക്ക് സംശയമാണ്. പിന്നെ ഇവരെല്ലാവരും പറയുന്നത് നമ്മളെല്ലാം വാങ്ങിച്ചത് കറക്റ്റ്, പക്ഷേ PV എന്ന് വെച്ചാൽ പിണറായി വിജയനാണ്. അത് PV മുഖ്യമന്ത്രി സമ്മതിക്കണം. അദ്ദേഹം പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ടില്ല, PV എന്നുള്ളത് എൻ്റെ പേരല്ല, അല്ലെങ്കിൽ കമ്പനി പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതല്ലേ ഇവിടുത്തെ വസ്തുത. ഇതിനെ ഞാൻ പറഞ്ഞില്ല, ഇത് നോക്ക്, ഈ കേസ് തന്നെ IBS അതായത് ആദായ നികുതി, ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ചെയ്ത കേസാണ്. ആദായ നികുതി അവർ വിടുമോ ഈ കേസ്? അപ്പോൾ ഈ കേസ് ഒരിക്കൽ സെറ്റിൽമെൻറ്റ് ചെയ്ത കേസാണ്. ഇപ്പോൾ SFI അത് എടുത്തുകൊണ്ട് വന്ന് ഡൽഹി കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. പറ്റുന്നേ കാണാം, നമുക്ക് കണ്ട് നമുക്ക് സംസാരിക്കാമല്ലോ. ഇപ്പൊ ഏത് പറഞ്ഞാലും PV എന്നുള്ളത് പിണറായി വിജയനല്ല, PV എന്ന് പറയുന്നത് പിണറായി വിജയനല്ല, RC എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ആണ്. അതാണ് രമേശ് ചെന്നിത്തല സമ്മതിച്ചല്ലോ. അത് സമ്മതിച്ചു, ഞാൻ പറയുന്നത് ഏത് കള്ളനെയും ഒരു മോഷ്ടാവിനെ പോലീസ് ആദ്യം പിടിക്കുമ്പോൾ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുള്ളൂ. തെളിവ് കൊടുക്കുമ്പോഴാണ് അത് സമ്മതിക്കുന്നത്. പ്രൊഫസർ റോണി കെ ബേബി, അതാണ് അദ്ദേഹം പറയുന്നത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറയുന്നത് അതാണ്. നിങ്ങൾ കൃത്യമായി അഴിമതി കാണിച്ചു, അത് നിങ്ങൾ സമ്മതിക്കുന്നു, അഴിമതി പണം വാങ്ങിയെന്ന് സമ്മതിക്കുന്നു. ഇത് PV എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ല എന്ന് കൃത്യമായി തർക്കിക്കുകയാണ്. ഇത് തെളിയിക്കാമെങ്കിൽ തെളിയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായി SFIO നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമൊക്കെ നൽകിയ മാസപ്പടിയുടെ കൃത്യമായ കണക്കുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറയുന്ന കാര്യം, UDF കൃത്യമായി ആരോപണം ഉന്നയിച്ച സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നില്ല. UDF പോലും ഇക്കാര്യത്തിൽ ശക്തമായ സമരം നയിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറയുന്നത് അത് പിണറായി വിജയൻ അല്ല, പിന്നെ അങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളതാണ്. പ്രൊഫസർ റോണി കെ ബേബി, നമ്മൾ വിഷയത്തിൽ നിന്നും ഒരുപാട് ഡീവിയേറ്റ് ചെയ്താണ് നമ്മുടെ ഈ ചർച്ച മുന്നോട്ട് പോകുന്നു തോന്നുന്നു. കാരണം ഇതിലെ അഴിമതി ആരോപണം ഉയർന്നപ്പോൾ തന്നെ മാസപ്പടി എന്നത് ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് ഈ വിവാദങ്ങൾ മുഴുവൻ ഡെവലപ്പ് ചെയ്ത് വന്നത്. ആ വ്യക്തി ആരാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടി. ആ വീണ വിജയനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മുഴുവൻ ശ്രമങ്ങൾ നടന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള KSIDC, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നികുതി പണം. ഇതിനകത്ത് എന്താണ് പൊതു താല്പര്യം എന്ന് ചോദിച്ചാൽ,
പൊതു താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് KSIDC എന്ന് പറയുന്ന സ്ഥാപനം 1 കോടി രൂപയോളം ചെലവഴിച്ച് സുപ്രീം കോടതിയിൽ നിന്നും CS വൈദ്യനാഥൻ എന്ന് പറയുന്ന മുതിർന്ന അഭിഭാഷകനെ കൊണ്ട് കേസ് വാദിച്ചത്? അതാണ് അടുത്ത പ്രശ്നം. ഇത് ഞങ്ങൾ തുറന്നു പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങളുടെ സംഭാവന മേടിച്ചു. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട B രാധാകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു, അതിന് ഇവിടെ കരിമണൽ കൊള്ളയടിക്കാൻ വേണ്ടി ഈ കമ്പനിക്ക് പിന്നെ വലിയ നിർബാധമായിട്ട് പിന്നെ അനുമതി കൊടുത്തു. പക്ഷെ വളരെ വ്യക്തമാണ്, ഞങ്ങളുടെ കാലത്തല്ല, UDF ഭരിക്കുന്ന കാലത്ത് ഒരു തരി പോലും. പറയട്ടെ, മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് എന്ത് ചെയ്തു? തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇത് എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പറയുന്ന കരിമണൽ, അവിടെ സ്വകാര്യ മേഖലയിൽ ഖനനം പാടില്ല എന്ന് കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വന്നു. ആ തീരുമാനം മാറ്റപ്പെടുന്നത് 2018 കൂടിയാ. അന്നേരമാണല്ലോ ഈ പിണറായി വിജയൻ ഈ പറഞ്ഞ വ്യവസായ വകുപ്പിന്റെ പോലും ഫയല് അദ്ദേഹം നേരിട്ട് വിളിപ്പിച്ച് ആ ഫയലിൽ തീരുമാനമെടുത്ത് ഈ പറയുന്ന CMRL എന്ന് പറയുന്ന കമ്പനിക്ക് 2-3 വർഷമാണ് ഈ കരിമണൽ കൊള്ളയടിക്കാനുള്ള അനുമതി കൊടുത്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നല്ല കൃത്യമായി ഇത് കൂട്ടി വായിക്കണം. എപ്പോഴാണ് വീണ വിജയന് ഈ പറയുന്ന 1,81,00,000 രൂപ കിട്ടിയത്? ഈ കൃത്യമായിട്ട് ഈ പറയുന്ന കരിമണൽ കമ്പനി അല്ലെങ്കിൽ ഈ CMRL നമ്മുടെ അമൂല്യമായിട്ടുള്ള പ്രകൃതി വിഭവം കരിമണൽ അത് കൊള്ളയടിച്ചിരുന്ന കാലത്ത്, അവർ ഖനനം ചെയ്തിരുന്ന കാലത്ത്, അപ്പോൾ അതിന് കൊടുത്ത പ്രതിഫലം നമ്മൾ ഈ ഒരു സംഭാവന മേടിക്കുന്നതിനെയും നമ്മൾ ഈ പറയുന്ന ഒരു പ്രത്യുപകാരം ചെയ്ത് അതിന് ഈ പറയുന്ന കൈക്കൂലിയായി അഴിമതി മേടിക്കുന്നത് നമ്മൾ രണ്ടായിട്ട് കാണണം. സംഭാവന മേടിക്കുന്നത് ഈ നാട്ടിൽ ഉറപ്പാണ്. അത് ഞങ്ങൾ തുറന്ന് സംബന്ധിച്ചു, ഞങ്ങൾക്ക് അതിന്റെ ഒരു പറയില്ല. പക്ഷെ ഞാൻ പറയും, ഇവിടെ ഞാൻ ഉന്നയിച്ച പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല? ഞാൻ അതാ ചോദിച്ചത്. ഇവിടെ 5 കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. നമുക്ക് വിധി വരാൻ തെളിവുകൾ ഉണ്ടെങ്കിലല്ലേ കേന്ദ്ര ഏജൻസിക്ക് ഇക്കാര്യത്തിൽ ഒരു മെല്ലപ്പോക്കുണ്ടോ? എന്തുകൊണ്ട് അന്വേഷണം ഇത്രമാത്രം വൈകി, ഇപ്പോൾ റിപ്പോർട്ട് വൈകി എന്നുള്ള തരത്തിലാണ് ഇടതു വലത് മുന്നണികൾ പറയുന്നത്. തെളിവില്ല, അതുകൊണ്ടാണ് അന്വേഷണം വൈകുന്നത്, അന്വേഷണ റിപ്പോർട്ട് വൈകുന്നത്. ഇതിനെ എങ്ങനെ കാണുന്നു രാധാകൃഷ്ണൻ? CPM BJP തമ്മിലുള്ള ഡീൽ വളരെ വ്യക്തമാണ് ഇതിനകത്ത്. CPM BJP ആയിട്ട് ഒരു ഡീലൊന്നും ഇല്ലെന്ന്, ഒരു ഡീലും ഇല്ല. നിങ്ങൾ പരിശോധിക്കുന്നത് അതല്ലേ പറഞ്ഞത്, പരിശോധിക്കൂ. നമ്മൾ ഒളിച്ചോടുന്നല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അവരുടെ കുടുംബാംഗങ്ങളൊന്നും ഒളിച്ചോടുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങൾ അവർ സ്ട്രെസ് ചെയ്ത് തന്നെ ഉറച്ചു തന്നെ നിൽക്കുന്നത്. അല്ലാതെ നമ്മളത് മാറ്റി പറയുന്നില്ലല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാറ്റി പറയുന്നുണ്ടോ? കർണാടക ഹൈക്കോടതി, കേരള ഹൈക്കോടതി, 2 ഹൈക്കോടതിയിലാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL മാസപ്പടി കേസിൽ 185 കോടി രൂപയുടെ അഴിമതി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. SFIO അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് അഴിമതിയുടെ വ്യാപ്തിയെന്നും നിയമാനുസൃതമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഡൽഹി ഹൈക്കോടതിയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ഈ വിഷയമാണ് സൺഡേ ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്തത്. സൺഡേ ഡിബേറ്റ് പന്തളത്ത് തിരുവാഭരണ ഘോഷയാത്ര നടക്കുന്നതിനാൽ സൺഡേ ഡിബേറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കോൺഗ്രസിന് വേണ്ടി പ്രൊഫസർ റോണി കെ ബേബി, കോൺഗ്രസ് BJPക്ക് വേണ്ടി B രാധാകൃഷ്ണ മേനോൻ, അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രതിനിധിയായ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. സൺഡേ ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നമസ്തേ.